ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു? അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടുന്നു. പഴയ പുലിയാണ് ഷൂട്ടി. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവൂർ ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണട്ടാവും. അപ്പൊ പടം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം രാജുവേട്ടൻ്റെ കോമഡി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമ മല്ലികാമ്മേനെ എത്രത്തോളം സന്തോഷിപ്പിക്കും? അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം. അല്ല, അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ നാളെ റിലീസായിട്ട് അങ്ങനെ അല്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനല്ല. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ. നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ്. ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പിയായി അല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ബിക്കോസ് യു വോണ്ട് ടു ഗോ ബാക്ക് ടു ഹൗ ദ ഫിൽം മെയ്ഡ് യു ഫീൽ. അപ്പൊ അത് അമ്മയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അമ്മയ്ക്ക് പ്രത്യേകിച്ചും. കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് അമറക് ബ്രാൻഡണി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ 16-ാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അമ്മയോട് ചോദിക്കാം. ചേട്ടാ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ ഒരു സെലിബ്രേഷൻ മൂവി ആയിരിക്കും ഇത്? സെലിബ്രേഷൻ മൂവി ആയിരിക്കും? ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് അതെ, ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര അഭിമാനിക്കുന്നു. ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ്. ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സാണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ളൊരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് E4 Entertainment ഉണ്ട്, കൂടെ ഉണ്ട്. ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസ് അപ്പോൾ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി. ഉറപ്പായിട്ട് ഞങ്ങൾ ഇനി ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരട്ടെ. ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷവും. ഞാൻ ബോളിവുഡ് ചെയ്യാൻ പോകുന്ന ആര് പറഞ്ഞു? അത് വെറുതെ അവന് ഹിന്ദി അറിയാം. ഞാൻ സുഗമ പരീക്ഷയ്ക്കൊക്കെ എനിക്ക് 100 മാർക്ക് കിട്ടുന്നു. പഴയ പുലിയാണ് ഞാൻ. ഇപ്പൊ കുറച്ചുകൂടെ ഹിന്ദിയൊക്കെ ഹിന്ദി സിനിമ കാണുന്ന ഒരാൾ. എനിക്കറിഞ്ഞൂടാ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ശക്തിമാൻ. ബേസിലേട്ടാ, പൃഥ്വിരാജ് കുറച്ച് പറഞ്ഞാൽ ഈ ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു പട്ടം ഇത് ഒരു എന്താ ലേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ആ ഉണ്ട്. അതെ, അങ്ങനൊന്നുമില്ല. അപ്പോ ബേസിൽ ഭയങ്കര സീരിയസ് ആയി പോയല്ലോ. പൃഥ്വിരാജിന്റെ ഫിലിം അഭിനയിച്ചോണ്ടോ? ഞാൻ നല്ല പാട്ടൊക്കെ പാടിയത് കണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഉറക്കം കിട്ടിയില്ല. ഇന്നലെ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന് ഭയങ്കര കോമഡിയാണ്. അല്ല, ധ്യാനൊക്കെ ആയിട്ട് വരാൻ നേരത്ത് ഭയങ്കര തగ్గടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ അത് ഇല്ല, അങ്ങനല്ല. പക്ഷെ നിങ്ങളിങ്ങനെ അമിതഭാരം തരണ്ടേ. കഴിഞ്ഞ ദിവസം ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ പ്രാവൻകൂട്ട് ഷാപ്പിന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു. അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടിങ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാവൻകൂട്ട് ഷാപ്പ്. അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണട്ടാവും. അപ്പൊ പടം ഇന്റർവ്യൂവിനിപ്പം അമിത പ്രതീക്ഷയായി തുടങ്ങി.